ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചേനപ്പൂവ് കൊണ്ട് ഇങ്ങനെ ഉപ്പേരി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ചേനപ്പൂവ് എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ ചേനപ്പൂവ് എന്ന് പറയുന്നത് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ചേനപ്പൂവിന് അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കളക്ട് ചെയ്തിട്ട്, ഇപ്പം ഞാൻ ഇവിടെ ഒരെണ്ണം കളക്ട് ചെയ്ത് കൊടുന്ന് വെച്ചാൽ ഇത് വലുതാണ് കേട്ടോ. ഇതൊന്നും അല്ല അതിൻ്റെ പാകം, ഇത്ര വലുതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ പാകത്തിനുള്ളതൊക്കെ നമുക്കൊന്ന് പോയി കളക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് വിരിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ മുട്ട് പോലെയാണ് നിൽക്കണേ. എങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇത് കറക്റ്റായിട്ട് വരുന്ന ഒരു ഭാഗം കണ്ടില്ലേ, ഇത് നമുക്ക് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ മൊത്തത്തിൽ ഒരേപോലെ കുറേയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് മൊത്തം കളക്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് കവറിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാം. അല്ലാതെ നമുക്ക് എല്ലാം ഒരേ വലിപ്പത്തിൽ വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം പുഴു വരും. അപ്പോൾ അത് കാരണം തന്നെ ഒരേ വലിപ്പത്തിലുള്ള കുറേ എണ്ണം ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് മൊത്തം കളക്ട് ചെയ്തതിന് ശേഷം ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് മുറിച്ചെടുക്കാം. എന്തായാലും ഇതിങ്ങനെ മുട്ട് ആയി വിരിഞ്ഞു വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ കടഭാഗം നോക്കിയിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് കളയാം. ഇത് ഭയങ്കര ടൈറ്റായിട്ടുള്ള ഭാഗമാണ്. ബാക്കി ഇത് മാത്രം എടുത്താൽ നല്ല ടെൻഡറായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗം നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിലവർക്ക് ചേന നന്നാക്കുമ്പോൾ ചൊറിയ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ എനിക്കുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കിത് ഇന്നലെ ഞാൻ ഇതുപോലെ ആക്കിയപ്പോൾ എനിക്ക് നല്ല അത്യാവശ്യത്തിന് അത് കാരണം തന്നെ ഇത് നന്നാക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഇത് നോക്കുക. ചിലർക്കൊക്കെ ചെറിയ തോതിലൊക്കെ ചൊറിച്ചിലുണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ വെള്ളാവേണ്ട നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതുപോലെ അടുത്തതും കളക്ട് ചെയ്യാം. നമ്മൾ പൊട്ടിച്ചു കൊണ്ടുവന്ന ചേനപ്പൂവുകളാണിത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലുതായിട്ടിരിക്കുന്നത്. ഈ ഒരു വലിപ്പം വരെയൊക്കെ നമുക്ക് എടുക്കാം. ഇതിങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടാത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൽ 2 എണ്ണം ആവശ്യമുള്ള ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ഇനി നമ്മളിത് ഇപ്പോൾ മണ്ണിൽ നിന്നൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നല്ല. അപ്പോൾ ഈ അടിഭാഗത്തൊക്കെ ചെറിയതായിട്ട് മണ്ണുണ്ടാവും. അപ്പോൾ നമ്മൾ നന്നാക്കിയതിന് ശേഷം കഴുകുന്നതായിട്ട് നല്ലത്. ഇപ്പോൾ തന്നെ നന്നായി കഴുകി വെള്ളം നന്നായി ഇതാക്കിയതിന് ശേഷം അരിയുക. പിന്നീട് നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല, മുമ്പ് തന്നെ നന്നായി കഴുകിയെടുക്കുക. ഇതിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഉൾഭാഗത്ത് ഈ ചെറിയ ഫ്ലവറുകളൊക്കെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു പാകം എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗമൊക്കെ നമ്മൾ ചെറുതാക്കി എടുത്തിട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമ്മൾ സാധാരണ മെഴുക്ക് വരട്ടിക്ക് വെക്കുന്ന പോലെ, ഉപ്പേരി വെക്കുന്നത് പോലെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഇത് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി അരിയല്ല ചെയ്യണം, ചതക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് അഞ്ചു എന്ന് പറഞ്ഞാൽ അവൾ പരിപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് നോക്കണം. പരിപ്പിട്ടിട്ടല്ല, നമ്മൾ സാധാരണ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്ന ആ ഒരു മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി കാച്ചിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓയിൽ, നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഈ ചേനയുടെ ഇതിന് ചെറിയ തോതിലൊക്കെ ചൊറിച്ചിലുണ്ടാവും എന്നൊക്കെ ഒരു ഫീൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ കാച്ചുമ്പോൾ ഇതിൽ നമ്മൾ അധികം പിശുക്ക് കാണിക്കേണ്ട, അത്യാവശ്യം നല്ലോണം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. കാരണം നമ്മൾ അതിനകത്ത് പുളിയൊന്നും ചേർക്കുന്നില്ല. ചേനയൊക്കെ കറി വയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പുളി ചേർക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്ന് പറയും. നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല. ഇത്തിരി അത്യാവശ്യം ഓയിൽ കൂടുതൽ ഒഴിക്കുക, അത്രേ വേണ്ടു. നമ്മുടെ എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഉള്ളി കാച്ചുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം ഇനിയൊന്നൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഉള്ളി മൂത്ത് വരുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേക സ്മെല്ല് വരും. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മൂത്ത് വരുന്ന മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 3 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് അത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും ചെയ്യും, അതുപോലെ കരിഞ്ഞു അങ്ങനത്തെ ഒരു ഇതാവും. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് പതുക്കെ മൂത്ത് വന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്ത്
ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുകൽ ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ അങ്ങനെ കഴുകണം എന്നുള്ളവർക്ക് കഴുകിയതിന് ശേഷം ഇതുപോലെ ഓട്ടയുള്ള പാത്രത്തിൽ വെക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായി പോവും. അധികം വെള്ളം പാടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രസമായിരിക്കില്ല, നമുക്ക് കറക്റ്റായിട്ട് വലിഞ്ഞ് കിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നന്നായി ഇളക്കി ചേർക്കുക. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. കാരണം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചെല്ലും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടുണ്ട് വെച്ചിങ്ങനെ നമ്മൾ അടച്ച് വെക്കുമ്പോൾ എന്താ വെച്ചിങ്ങനെ അതിൻ്റെ ആവി വെള്ളം വീണിട്ട് വീണ്ടും അതിനകത്ത് വെള്ളം വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കുക. ശ്രദ്ധിച്ച് നിൽക്കുക. കാരണം ആ വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദം നിൽക്കുന്ന സ്റ്റേജിൽ നമ്മൾ ഒന്നെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് കിട്ടും. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ച് വയ്ക്കാം. നന്നായി വെവണം. എന്നാലും മാത്രം വിചാരിച്ചെങ്കിൽ നമുക്ക് ചെറിയ തോതിലൊക്കെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും കേട്ടോ. നന്നായി വെന്ത് വരണം. അതുപോലെ തന്നെ ഇതിന് ചെറിയ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ട്. ചിലവർക്ക് ആ സ്മെല്ലൊന്നും ഇഷ്ടാവില്ല. ചെറിയ തോതിലുള്ളൂ. അത് ഒരുപാട് വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഭയങ്കര സ്മെല്ലുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലുള്ളൊരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. അത് വെന്ത് വരുമ്പോൾ കറക്റ്റ് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നന്നായി ഉലർന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ വേവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അരിയുന്നതിനനുസരിച്ചിരിക്കും. നന്നായി കനം കുറഞ്ഞ അരിയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല കനത്തിനാണെന്ന് വെച്ചെങ്കിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഈ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അങ്ങനത്തെ ഭാഗങ്ങളായിരിക്കും നമ്മൾ നോക്കേണ്ടത് കേട്ടോ. വെന്ത് കഴിഞ്ഞു എന്നുള്ളതൊക്കെ കണ്ടില്ലേ? നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.